നമുക്ക് ഇന്നൊരു കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് കുനാഫ ഡോ ചെറുതായിട്ട് കട്ട് ചെയ്ത് ബട്ടറിനകത്ത് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ട് പിസ്തയും വൈറ്റ് ചോക്ലേറ്റും കൂടി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഫൈൻ പേസ്റ്റാക്കി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കുവേ. എന്നിട്ട് ഈ പേസ്റ്റ് റോസ്റ്റ് ചെയ്ത് വെച്ച് കുനാഫയിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് അത് മാറ്റി വെക്കണം. ഇത് നല്ല ക്രിസ്പി ആയിരിക്കും. ഇത് എത്ര നേരം വെച്ചാലും ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഏത് ചോക്ലേറ്റാണോ ഉപയോഗിക്കുന്നത്, അതായത് ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കാം, മിൽക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കാം. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് മെൽറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ചോക്ലേറ്റ് മൗൾഡിനകത്തേക്ക് തിൻ ലെയർ ഇട്ട് കൊടുത്ത് അതൊന്ന് ഫ്രിഡ്ജിൽ 10 മിനിറ്റ്സ് വെച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഹാർഡായി കിട്ടി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മുടെ കുനാഫ ഡോ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല ഷേപ്പൊക്കെ ചെയ്ത് കൊടുത്ത് സൈഡൊക്കെ ഇച്ചൊന്ന് വിടിയിച്ച് വെക്കണേ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഈ ചോക്ലേറ്റ് അങ്ങ് സ്പ്രെഡ് ചെയ്യുമ്പോൾ സൈഡിലേക്കൊക്കെ അങ്ങ് സ്പ്രെഡായി കിട്ടും. എന്നിട്ട് അതൊരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കുനാഫ ചോക്ലേറ്റ് റെഡിയായി കിട്ടും. അപ്പോൾ ഈ മൗൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും പാത്രത്തിലൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിൻ്റെ അകത്ത് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഈ കുനാഫ ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുമല്ലെങ്കിൽ പിസ്ത പേസ്റ്റ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കളർ ഉപയോഗിക്കണം. എനിക്ക് ഇതിങ്ങനെ ഉണ്ടാക്കണതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ കാണാൻ ഇച്ചിരി ഭംഗിയില്ല, അതായത് കളർ ഇല്ലാന്നേ ഉള്ളൂ. എന്നാലും നമ്മുടെ ചോക്ലേറ്റ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് കിട്ടുമേ.